ശാസ്ത്രസാങ്കേതിക രംഗങ്ങളിലെ പുത്തൻ സ്പന്ദനങ്ങളുമായി ടെക്നിക്സ് ടുഡേ ആരംഭിക്കുന്നു. കേരളത്തിലെ കർഷകരുടെ ഹൃദയത്തുടിപ്പുകളുടെ ഗതിവേഗങ്ങളെ നിയന്ത്രിക്കുന്നത് വിപണിയിലെ റബ്ബർ വിലയുടെ ഏറ്റക്കുറച്ചിലുകളാണ്. ഭാരതത്തിന്റെ റബ്ബർ ഉൽപ്പാദനത്തിന്റെ 90% കേരളത്തിൽ നിന്നാണെന്നുള്ള വസ്തുത ഈ രംഗത്തെ ഗവേഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഒരു റബ്ബർ കർഷകന്റെ അപൂർവ ഗവേഷണ ഫലങ്ങളാണ് ഇന്നത്തെ ടെക്നിക്സ് ടുഡേയിൽ ആദ്യം. ചന്ദ്രശേഖരൻ നായർ എന്ന സാധാരണക്കാരനായ റബ്ബർ കർഷകൻ വ്യത്യസ്തനാകുന്നത് ജൈവശാസ്ത്ര വിജ്ഞാനത്തിൻ്റെയും സ്വന്തം അനുഭവത്തിൻ്റെയും സമന്വയത്തിലൂടെയുള്ള ചില പുതിയ കണ്ടെത്തലുകളിൽ കൂടിയാണ്. തൻ്റെ തിരിച്ചറിവുകൾ ഏറെക്കാലമായി ഇന്റർനെറ്റിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ചന്ദ്രശേഖരൻ നായർ. റബ്ബർ കൃഷി ചെയ്യാൻ 89-90 കാലഘട്ടത്തിലാണ് ഞാൻ റബ്ബർ കൃഷി ആരംഭിക്കുന്നത്. അത് ചെയ്യുവാനുണ്ടായ കാരണം, ഞാൻ ആർമിയിൽ നിന്ന് പെൻഷനായി വന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഈ ലാൻഡ് അക്വിസിഷന് വേണ്ടി ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനായി. ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന് വേണ്ടി അക്വിസിഷന് വേണ്ടി ഗസറ്റ് നോട്ടിഫിക്കേഷനായപ്പോൾ അതിൻ്റെ ഉചിതമായ വില കിട്ടുകയില്ല എന്നത് കാരണം ഇത് എങ്ങനെ എൻ്റെ ഭൂമി എനിക്ക് സംരക്ഷിക്കാം എന്നുള്ള അന്വേഷണത്തിൽ എനിക്ക് എന്നെത്താൻ കഴിഞ്ഞത് ഈ ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന 15 വർഷത്തെ ആദായത്തിൻ്റെ 30% എസ്ഗ്രേഷ്യ കിട്ടാൻ കഴിവുള്ള ഒരു കൃഷി റബ്ബർ കൃഷിയാണ് എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ഞാൻ റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം വലിയൊരു ഭക്ഷ്യപ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ രാസവളങ്ങളുടെ കണ്ടെത്തലും അതിൻ്റെ പ്രയോഗവും അമിതമായ ഉൽപ്പാദന വർധനവ് തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ അതിൻ്റെ ദോഷവശങ്ങൾ അന്ന് മുതൽ തന്നെ കൃഷിശാസ്ത്രജ്ഞർ കണ്ടെത്തുകയോ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. കാരണം ഒരു എയിം മുന്നിൽ കാണുമ്പോൾ ആ എയിം മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല ശാസ്ത്രജ്ഞന്മാരെന്നുള്ളതാണ് വാസ്തവം. ആ കൃഷിയിലുണ്ടായ പാളിച്ച അതാണ് ഇന്നത്തെ സർവ്വ ദുരന്തങ്ങൾക്കും കാരണം മണ്ണിൻ്റെ ജൈവസമ്പുഷ്ടി നഷ്ടപ്പെടുന്നതോടൊപ്പം മണ്ണിൻ്റെ pH അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ pH താഴോട്ട് പോകുന്നു. ആ pH താഴോട്ട് പോകും തോറും സകല വളങ്ങളും ചെടികൾക്ക് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് തെങ്ങിൻ്റെ മഞ്ഞൾപ്പ് രോഗത്തിനും റബ്ബർ മരത്തിൻ്റെ ഇന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്ന കൊർണിസ്പോറ രോഗങ്ങൾക്കും നെല്ലിൻ്റെ ബ്രൗൺ ഹോപ്പർ ഡിസീസിനും എല്ലാം കാരണം. പട്ടമരവിപ്പ് അഥവാ ബ്രൗൺ ബാസ്റ്റ് രോഗം. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ റബ്ബർ ബോർഡ് നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ തികച്ചും അശാസ്ത്രീയമാണെന്നും മഗ്നീഷ്യം എന്ന മൂലകത്തിന്റെ കുറവാണ് ഈ രോഗത്തിന് കാരണമെന്നും ചന്ദ്രശേഖരൻ നായർ പറയുന്നു. എനിക്ക് റബ്ബർ ബോർഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇലയിലാണ് കറയുണ്ടാകുന്നതും കറ താഴോട്ടാണ് ഒഴുകുന്നതെന്നുള്ള അടിസ്ഥാനത്തിൽ മുകളിൽ നിന്ന് വരുന്ന കറയിലെ കട്ടി കൂടിയ ഘടകങ്ങൾ ഞാൻ പല രീതിയിലും താഴോട്ട് ഒഴുക്കിയെടുക്കാൻ ശ്രമിച്ചു. എൻ്റെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അത് തെറ്റാണെന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം പല ബോട്ടണി ടീച്ചേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ചില കൃഷിശാസ്ത്രജ്ഞരുടെ കൂടെ സംസാരിച്ചിൽ നിന്നും അവരുടെ അറിവുകൾ ചെറുതായിട്ട് ചോർത്തിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. പട്ടമരപ്പ് വരുന്ന മരങ്ങളിൽ തീർച്ചയായും ആ പുതുപ്പട്ടയുടെ മൊരി ചുരണ്ടി നോക്കിയാൽ നമുക്ക് പച്ച നിറം കാണാൻ കഴിയില്ല. പുതുപ്പട്ടയുടെ മൊരി ചുരണ്ടി നോക്കിയാൽ പച്ച നിറമുള്ള എല്ലാ മരങ്ങളിലും കറയുണ്ടാകും, അതിൽ പട്ടമരപ്പും വരില്ല. കറ ഇല്ലാത്ത മരങ്ങളിൽ ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന തൊലിയുടെ തൊലിപ്പച്ച, ഇലയിൽ മാത്രമല്ല തൊലിയിലും പച്ചയുണ്ടെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെയാണ് പട്ടമരപ്പിൻ്റെ പ്രതിവിധി. നിർജീവ കോശങ്ങളെന്ന് പറയുന്ന നെക്രോസിസ് എന്ന് പറയുന്ന രോഗങ്ങൾ ചെടിയെ ബാധിക്കുന്നുവെന്നും, കാരണം ഇൻ്റർനാഷണൽ റബ്ബർ റിസർച്ച് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റിൽ പോയി നോക്കിയാൽ നെക്രോസിസാണ് ഇതൊരു കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പം നെക്രോസിസ് എന്ന് പറയുന്ന രോഗത്തിന് നിർജീവ കോശങ്ങളെ ജീവനുള്ള കോശങ്ങളാക്കി മാറ്റുവാനുള്ള ഈ ഒരേ ഒരു ഘടകം മഗ്നീഷ്യമാണ്. അത് തന്നെയാണ് എൻ്റെ ഇന്നത്തെ കണ്ടെത്തലിൻ്റെ യഥാർത്ഥ
പ്രതിവിധിയും. കാരണം മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഇതിൻ്റെ പട്ടമരപ്പ് വന്ന മരങ്ങളിൽ വരുന്ന മൊരികളെല്ലാം അല്ലെങ്കിൽ പട്ടയെല്ലാം ഉണങ്ങി പൊളിഞ്ഞ് ഇളകി പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അസോ മഗ്നീഷ്യം നൽകിക്കഴിഞ്ഞാൽ ആ പൊളിഞ്ഞിളവുകയില്ല എന്ന് മാത്രമല്ല, തടിയുടെ എല്ലാ ഭാഗത്തും ഈ ലെൻറ്റിസെൽസ് എന്ന് പറയുന്ന പുറംതൊലിയിലുള്ള കോശങ്ങൾ, അതിലൂടെ നടക്കുന്ന ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷനാണ് ഇതിനകത്ത് ഫുഡ് സ്റ്റോറേജിന് വഴിയൊരുക്കുന്നത്. ആ ഫുഡ് സ്റ്റോറേജിലൂടെയാണ് നമുക്ക് ലാറ്റക്സ് ലഭ്യമാകുന്നത്. ആ ലാറ്റക്സ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത്, ഇന്ന് എല്ലാ കർഷകരും റബ്ബർ ബോർഡിൽ നിന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. കർഷകർ നല്ലൊരു ശതമാനം ഉപയോഗിക്കുന്ന റബ്ബർ കോട്ട് എന്ന് പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റ്, അത് പട്ട സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. അത് പുരട്ടിക്കഴിഞ്ഞാലുള്ള ദോഷവശങ്ങൾ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പട്ടമരപ്പിന് ഒരു കാരണം അതും കൂടെയാണ്. കാരണം ലെൻറ്റിസെൽസിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പട്ടയുടെ പുറത്ത് ഈ കീലിൻ്റെ ഒരു അംശം പുരട്ടി അതിനെ ആ ലെൻറ്റിസെൽസിൻ്റെ ദോഷങ്ങളെ നിർജ്ജീവമാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും നടക്കേണ്ട അതിസൂക്ഷ്മങ്ങളായ സൂക്ഷ്മങ്ങളുള്ള പട്ടയിൽ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ കാരണം ഇലയുടെ ഇടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശവും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുമ്പോൾ തന്നെ അവിടെ തൊലി വളരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പെട്രോളിയം പ്രോഡക്റ്റ് ഒരു ചെടിക്ക് നല്ലതല്ല. പെട്രോളിയം പ്രോഡക്റ്റായ റബ്ബർ കോട്ട് പുരട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുകയില്ല, ഫുഡ് സ്റ്റോറേജും ഉണ്ടാവില്ല. അത് പട്ടമരപ്പിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കും. നിരന്തരമായ കാർഷിക സബരിയാണ് ഇത്തരം പുതിയ തിരിച്ചറിവുകളിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചത്. ഇന്റർനെറ്റ് ബ്ലോഗുകളിലൂടെയുള്ള തൻ്റെ ഗവേഷണ ഫലങ്ങളുടെ വെളിപ്പെടുത്തലുകൾക്ക് കോപ്പിറൈറ്റിൻ്റെ പരിരക്ഷ തേടുകയാണ് ഇദ്ദേഹം. ഇന്ന് കൃഷി ചെയ്യുന്ന കൃഷി രീതിയിൽ റബ്ബർ ബോർഡിൽ നിന്ന് തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നത് തൈമരങ്ങൾക്കിടേണ്ട ഒരു പ്രധാന വളം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. 10-10-4-1.5 എന്നത് 10 എന്ന് പറയുന്ന ആദ്യം തുടങ്ങുന്ന N എന്ന് പറയുന്ന രാസസ്വഭാവമുള്ള വളം, കെമിക്കൽ നൈട്രജൻ, ഒരു കാരണവശാലും മണ്ണിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ആ N എന്ന് പറയുന്ന നൈട്രജൻ, കെമിക്കൽ നൈട്രജൻ മണ്ണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ അല്ലെങ്കിൽ വളരെ വേഗം ജലത്തിൽ ലയിച്ചു ചേരുന്നതും ആ കുടിവെള്ളത്തിലൂടെ NO3 ആയിട്ട് നമ്മുടെ ആമാശയത്തിലെത്തി അത് NO2 ആയി പ്രതിപ്രവർത്തിച്ച് ആമാശയ ഭിത്തികൾ അടിഞ്ഞുകൂടി ക്യാൻസറിന് കാരണമാകുന്നു എന്നത് ഒരു കാരണം. 2, pH 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ. ആ 7ന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് അപ്ലൈ ചെയ്താൽ ആ മണ്ണിന് അല്ലെങ്കിൽ ആ ചെടിക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. മഗ്നീഷ്യം സൾഫേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാന വിഷയം സെക്കൻഡറി ന്യൂട്രിയൻസിലെ പ്രധാന മൂലകങ്ങളായ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, ഈ 3 സാധനങ്ങളും ആരും തന്നെ പരിഗണിക്കാറില്ല. സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ പോലും ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തരുന്നത് NPKയുടെ റിസൾട്ട് മാത്രമാണ്. അതേപോലെ പ്രധാനമായ 16 മൂലകങ്ങൾ, ഈ ട്രേസ് എലിമെൻറ്റ്സ്, അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ലീഫാണ് യഥാർത്ഥത്തിൽ ഒരു ചെടിയുടെ രോഗങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇലയ്ക്ക് മഞ്ഞ നിറം വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് മഗ്നീഷ്യം ഡെഫിഷ്യൻസിയുടെ ഒരു ഇൻഡിക്കേഷനാണ് ആ ചെടി തരുന്നത്. അപ്പോൾ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള പ്രധാന കാരണം മണ്ണിൽ Nൻ്റെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ വരൾച്ചയുടെ കാഠിന്യം കൂടുന്നു, അല്ലെങ്കിൽ വിളവെടുപ്പ് നമ്മൾ കൂടുതലായി വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടും മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അപ്പോൾ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ റബ്ബർ മരങ്ങളെയാണ്. കാരണം മറ്റ് മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി റബ്ബർ മരങ്ങളിൽ നമ്മൾ ഊറ്റിയെടുക്കുന്ന ലാറ്റക്സ് എന്ന് പറയുന്നത് അന്നജത്തിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന മറ്റൊരു രൂപാന്തരം പ്രാപിച്ച ലാറ്റക്സാണ്. അന്നജം ഉണ്ടാകുന്നത് മഗ്നീഷ്യത്തിൻ്റെ സഹായത്താൽ. മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇലയിലെ പച്ച നിറം കൊടുക്കുന്ന ക്ലോറോഫിൽ എന്ന വസ്തുവിൻ്റെ ലോഹമൂലകമാണ്. ആ ലോഹമൂലകം നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലയിലെത്തി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും ജലത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനും ഹൈഡ്രജനും കൊണ്ടാണ് അന്നജം ഉൽപ്പാദിക്കപ്പെടുന്നത്. ആ അന്നജത്തിൻ്റെ ജോലി കേമ്പിയം എന്ന് പറയുന്ന തടിയെയും തൊലിയെയും വളർത്താൻ പ്രയോജനപ്പെടുന്ന കേമ്പിയത്തിന് മുകളിലൂടെ ഫ്ലോയം എന്ന ഭാഗത്തുകൂടി വേരിലെത്തുന്നു, വേരുകളെ വളരാൻ സഹായിക്കുന്നു. ആ വേരുകൾ വളർന്നതിന് ശേഷം ബാക്കി വരുന്ന മഗ്നീഷ്യം എന്ന് പറഞ്ഞ ഘടകം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നു. ലോവസ്റ്റ് ബ്രാഞ്ചസിലുള്ള ലീഫിന് മഞ്ഞ നിറം കണ്ടു തുടങ്ങിയാൽ ആ മരത്തിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഇൻഡിക്കേഷൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ വെജിറ്റേറ്റീവ് പീരീഡ് എന്ന് പറയുന്ന തളിരിലകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മഗ്നീഷ്യം നൽകേണ്ട ആവശ്യമില്ല. തളിരിലകൾ രൂപാന്തരം പ്രാപിച്ച് പച്ച ഇല ആയി മാറിക്കഴിഞ്ഞ് എപ്പോഴാണോ അത് ഫോട്ടോസിന്തസിസ് കൂടുതലായി നടക്കുന്നത് ആ സമയത്താണ് ചെടികൾക്ക് മഗ്നീഷ്യം നൽകേണ്ടത്.
മലയാളം ബ്ലോഗേഴ്സിൻ്റെ ഇടയിലുള്ള സൂര്യഗായത്രി എന്ന് പറയുന്ന ബ്ലോഗറുടെ ഒരു പാചകക്കുറിപ്പ് ഒന്നല്ല, അനേകം പാചകക്കുറിപ്പുകൾ യാഹുവിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും കോപ്പിറൈറ്റ് വയലേഷനെതിരായിട്ട് നല്ലൊരു ശതമാനം ബ്ലോഗർ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് എന്നെ ഈ റബ്ബർ മരത്തിൻ്റെ പട്ടമരപ്പെന്ന് പറയുന്നത് എൻ്റെ ഒരു കോപ്പിറൈറ്റ് ആണെന്ന് അവകാശം ഉന്നയിക്കുവാനും അതിൽ ഞാൻ എൻ്റെ സൈറ്റിൽ ഒരു ആവശ്യം ഉന്നയിക്കാനും സാഹചര്യം ഉണ്ടായത്. കോപ്പിറൈറ്റ് എന്ന് പറയുന്ന പേജിൽ നിന്നും പകർത്തലോ അല്ലെങ്കിൽ അതിനെ റീപബ്ലിഷ് ചെയ്യുകയോ എന്നിട്ട് അതിൻ്റെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്, തെറ്റാണ്. ശേഖരൻ നായർ, കൃഷിശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ച റബ്ബറിൻ്റെ നിലവിലുള്ള കൃഷിരീതികൾക്ക് ബദലായി സ്വയം രൂപപ്പെടുത്തിയെടുത്ത നൂതന കൃഷിരീതികൾ തേടുകയാണ് ഇദ്ദേഹം. മറ്റ് കർഷകരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൃഷിരീതി ഞാൻ അവലംബിക്കുന്നത് പ്രധാനമായും റബ്ബർ മരങ്ങളിലെ സീസണൽ ലീഫ് ഫാളിന് ശേഷം ഉണങ്ങിപ്പൊഴിയുന്ന ഇലകളെ ചുട്ടുകരിച്ചുകൊണ്ടാണ്. കാരണം ഈ ഇല എന്ന് പറയുന്നത് ചെടിയുടെ വിസർജ്യമാണ്. അത് തിരികെ ആ ചെടിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഒന്നുകിൽ അത് ചാരമായിട്ട് മാറണം, അതിലത് മണ്ണിര കമ്പോസ്റ്റായി മാറണം, അല്ലെങ്കിൽ ചെള്ള്, വണ്ട്, കാരീച്ച ഇതുപോലെയുള്ള എന്തെങ്കിലും തിന്ന് വിസർജിക്കുന്ന വിസർജ്യമായി മാറിയാൽ മാത്രമേ ആ ചെടിയുടെ വേരുകൾക്ക് അത് വളമായിട്ട് തിരികെ പൂർണ്ണ രൂപത്തിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ചുറ്റുപാടിൽ നമ്മളുടെ തോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഉണങ്ങിപ്പൊഴിയുന്ന ഇലകളിൽ നിന്നും ചെള്ളും, വണ്ടും, കാരീച്ചയും നമ്മളുടെ ശത്രുകീടങ്ങളെ പോലെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും മുക്തി നേടുന്നതിനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി മാത്രമല്ല മഗ്നീഷ്യം നൽകുവാൻ അനുയോജ്യമായ രീതിയിൽ മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ ചപ്പ് ചവറുകൾ ചുട്ടുകരിക്കുന്നുള്ള കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. ചാരം എന്ന് പറയുന്ന അതിൻ്റെ pH എന്ന് പറയുന്നത് 8 മുകളിലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ 7 മുകളിൽ തന്നെയാണെങ്കിൽ പോലും മഗ്നീഷ്യം ആപ്ലിക്കേഷൻ വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ വേനൽക്കാലത്തെ ടാപ്പിങ്ങിന് നമ്മൾ ഇല പൂർണ്ണരൂപ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് വരൾച്ചയാണെങ്കിൽ പോലും മഴയില്ലെങ്കിൽ പോലും വെള്ളത്തിൽ ലയിപ്പിച്ച് ഓരോ മരത്തിൻ്റെയും ഉയരം കൂടിയ ടെറസിൻ്റെ ഭാഗത്ത് തളിക്കുകയും അതിന് മുകളിൽ ബയോഗ്യാസ് സ്ലറി പോലെയുള്ള ജൈവവളങ്ങൾ ഈർപ്പത്തോടു കൂടി കവർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗം അത് മരങ്ങൾ വലിച്ചെടുക്കുകയും നമുക്ക് വേനലിൽ തുടർച്ചയായി ടാപ്പ് ചെയ്യാൻ കഴിയുകയും പട്ടമരപ്പിൽ നിന്നും മരത്തെ സംരക്ഷിക്കാൻ കഴിയുകയും ചെയ്യും.